വിവേകാനന്ദൻ കൃഷ്ണവേണി ദമ്പതികളുടെ മകളായി 1957 തിരുവാരൂർ ജില്ലയിലെ മണ്ണാർകുടിയിലായിരുന്നു VK ശശികലയുടെ ജനനം. 3.5 പതിറ്റാണ്ടുകാലം ജയലളിതയുടെ തോഴിയായി നിഴൽ പോലെ നടന്നു. തമിഴ്നാട് സെക്രട്ടേറിയറ്റിലെ PRO M നടരാജനെ വിവാഹം കഴിക്കുന്നതോടെയാണ് അധികാരത്തിന്റെ മധുരം ശശികല അറിഞ്ഞു തുടങ്ങിയത്. നടരാജൻ വഴി ചന്ദ്രലേഖ എന്ന IPS ഉദ്യോഗസ്ഥയിലെ ജയലളിതയെ പരിചയപ്പെട്ട ശശികല പിന്നീട് അവരുടെ സന്തത സഹചാരിയായി മാറി. MGR മരിച്ചപ്പോൾ പാർട്ടിയിലും അധികാരത്തിലും പിടിമുറുക്കാൻ ജയലളിതയെ പ്രേരിപ്പിച്ചത് ശശികലയാണെന്നും സംസാരമുണ്ട്. 1991 ജയലളിത ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായപ്പോൾ ശശികലയും കുടുംബമായിരുന്നു തമിഴ്നാട് ഭരിച്ചതെന്നും അണിയറ രഹസ്യം. അതിനാൽ ശശികലയ്ക്ക് മണ്ണാർക്കുടി മാഫിയ എന്ന വിളിപ്പേരും വീണു. മാഫിയ ഭരണം മനസ്സിലാക്കിയ ജയലളിത പിന്നീട് 2 വട്ടം ശശികലയെ പോയസ് ഗാർഡനിൽ നിന്നും പുറത്താക്കി. എങ്കിലും 2 വട്ടവും അവർ പൂർവാധികം ശക്തിയോടെ മടങ്ങിയെത്തി. പക്ഷേ ഭർത്താവ് M നടരാജനെയും സഹോദരി ഇളവരശിയെയും പിന്നീട് ജയലളിതയുടെ തന്നെ വളർത്തുമകനുമായി മാറിയ സുധാകരനെയും ശശികലയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. 2ാം വരവിൽ ജയലളിത ശശികലയെ പൊതുവേദികളിൽ നിന്നും അകറ്റി നിർത്തിയെങ്കിലും പാർട്ടിയിലും അധികാരത്തിലും അവർക്കുള്ള സ്വാധീനം പ്രകടമായിരുന്നു. അതുകൊണ്ടാണ് ജയലളിതയുടെ മരണത്തിനു ശേഷം 1 മാസത്തിനുള്ളിൽ പാർട്ടിയിലും 2 മാസത്തിനുള്ളിൽ സർക്കാരിൻ്റെയും അമരത്തേക്കെത്താൻ സാധിച്ചത്. എന്നാൽ 91-96 കാലഘട്ടത്തിൽ നടന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ചിന്നമ്മ കുറ്റക്കാരിയാണെന്ന പരമോന്നത നീതിപീഠത്തിന്റെ വിധി വന്നതോടെ ജയലളിത വിരാജിച്ച മുഖ്യമന്ത്രി പദമെന്ന മോഹം പൊലിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതോടെ ഗവർണർ വിദ്യാസാഗർ റാവുവിന് വ്യക്തമായ തീരുമാനമെടുക്കാനുള്ള വഴി തുറന്നു. പ്രത്യേക സഭാ സമ്മേളനം വിളിക്കാനും കാവൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ O പനീർശെൽവത്തിൻ്റെയും ശശികല വിഭാഗം നിർദ്ദേശിക്കുന്ന ഒരു പേരുമടങ്ങുന്ന 2 പ്രമേയങ്ങൾ വോട്ടിന് ഇടണമെന്ന നിർദ്ദേശമാണ് ഗവർണർക്ക് മുന്നിലുള്ളത്. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശം ഗവർണർക്ക് നൽകിയത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഗവർണർ ആ നിർദ്ദേശം അനുസരിക്കണമെന്നില്ല. പനീർശെൽവത്തെ ഭൂരിപക്ഷം തെളിയിക്കാൻ ആദ്യ അവസരം നൽകാനും സാധ്യതയുണ്ട്. ശശികലയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഉടനടി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ വിസമ്മതിച്ച ഗവർണർ വിദ്യാസാഗർ റാവുവിൻ്റെ നടപടി ശരിവെക്കുന്നതാണ് സുപ്രീം കോടതി വിധി. കഴിഞ്ഞ ആഴ്ച തന്നെ ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാജിവെക്കേണ്ട സാഹചര്യം ഉരുത്തിരിയുമായിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റം വരുന്നതായിരിക്കും ഈ വിധി. അണ്ണാ DMK പാർട്ടി പിളരുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ യുഗത്തിൻ്റെ തുടക്കമായിരിക്കും. നിയമസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാടാണ് DMKയ്ക്കുള്ളത്. അതേസമയം ജയലളിതയുടെ മരണത്തെ തുടർന്നുള്ള ആഘാതത്തിൽ നിന്ന് മോചിതരാകുന്നതിന് മുമ്പാണ് ശശികല ജയിലിലേക്ക് പോകുന്നത്. ഗരിമയുള്ള നേതാവില്ലാതെ അലയുന്ന AIDMK തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന വിടവിലൂടെ കടന്നു കയറാനാണ് BJP ശ്രമിക്കുന്നത്. ഗവർണറുടെ കാലതാമസത്തിന് പിറകിൽ BJP ആണെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ജനഹിതമനുസരിച്ചുള്ള തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഇന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. നിരവധി അർത്ഥതലങ്ങളാണ് ആ പ്രസ്താവനയ്ക്കുള്ളത്. പരോക്ഷമായി പനീർശെൽവത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. അതേസമയം പൊതുരംഗത്തെ അഴിമതിക്കെതിരെ കടുത്ത നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചതെന്ന് വ്യക്തം. സാങ്കേതിക കാരണങ്ങളാൽ ഹൈക്കോടതി റദ്ദാക്കിയ വിചാരണ കോടതി വിധി പുനഃസ്ഥാപിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ വളർന്നുവരുന്ന അഴിമതിക്കെതിരെ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. വ്യത്യസ്ത വിധി എഴുതിയ ജസ്റ്റിസ് അമിതാഭ റോയ് ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.